ഹലോ ഗൈസ്, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കാരമൽ ബ്രെഡ് പുഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ടോ ഗൈസ്? അല്ല ഗൈസ്, ഒരിക്കലുമല്ല. ഇതിനുണ്ടല്ലോ നല്ല റിച്ച് കോക്കനട്ട് ഫ്ലേവർ ആണ്. മാത്രല്ല ഗൈസ്, ഇത് വായിലോട്ട് അങ്ങ് ഇടുമ്പോഴേക്കും അലിഞ്ഞു പോവാ. ഒരു അടിപൊളി കോക്കനട്ട് കാരമൽ പുഡിങ്ങിന്റെ റെസിപ്പി നോക്കിയാലോ? ആദ്യം തന്നെ 4 എഗ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അരിപ്പയിലോട്ട് അരിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് 2 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഫ്ലേക്സും 1 നുള്ളും ഉപ്പും മിക്സ് ചെയ്ത് മാറ്റി വെച്ചോ. ഇനിയാണ് ഗൈസ് കഥ ആരംഭിക്കുന്നത്. നമുക്കിവിടെ 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. എന്റെ ആദ്യത്തെ 1/2 കപ്പ് ഷുഗർ ഇതാ ഇവിടെ ഫ്ലോപ്പായി. ഷുഗർ ഫുൾ കാരമലൈസ് ആയില്ല. രണ്ടാമത്തത് ഫുൾ കരിഞ്ഞു പോയി, അതും ഫ്ലോപ്പായി. പിന്നെ മൂന്നാമത്തതായി മാത്രം നന്നാവില്ലല്ലോ, അതും കരിഞ്ഞു പോയി ഗൈസ്. പിന്നെ നാലാമത്തെയാണ് ഗൈസ് എന്റെ റെഡിയായത്. അങ്ങനെ ഒടുവിൽ ഞാൻ എന്റെ തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ചു. എന്നിട്ട് സ്റ്റീമറിൽ വെച്ച് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഹാവൂ, നമ്മുടെ സാധനം ഇതാ റെഡി. റെസിപ്പി ഇഷ്ടമായ എനിക്കൊരു ലൈക്ക് തരുമോ? എന്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യോ? എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ? താങ്ക് യു, ബൈ.